മനസ്സിലാക്കണം, ഈ ലേഖനം അബദ്ധമാണ് എന്നും അതുപോലെ തന്നെ ജബ്ബാർ മൗലവിയുടെ വാദം അപകടകരമാണ് എന്നും ആദ്യമായി പറഞ്ഞ ആൾ ഹുസൈൻ സലഫിയാണ്. എന്നെ ബോധ്യപ്പെടുത്തിയ ആൾ ഹുസൈൻ സലഫിയാണ്. എന്നെ വിളിച്ചു കൊണ്ടുപോയത് ഹുസൈൻ സലഫിയാണ്. ജബ്ബാർ മൗലവി കൊണ്ട് തിരുത്തിക്കണമെന്ന് പറഞ്ഞതും ഹുസൈൻ സലഫിയാണ്. കാര്യം ആ സമയത്ത് ഞാൻ ഇതിനു വേണ്ടി ഈ വാചകങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഘോരഘോരം ഇവർ നല്ലവരാണ്, ഇവരെല്ലാവരും തൗഹീദിന് എതിരെ സംസാരിക്കാത്തവരാണ്, ഇവർ തൗഹീദിന്റെ ധ്വജവാഹകരാണ് എന്ന നമ്മുടെ ഹുസ്നുൽ തന്നെ. പക്ഷെ അത് പിന്നീട് നമുക്ക് മനസ്സിലായത് സൂഉൽ തന്നായിരുന്നു, തെറ്റിദ്ധാരണയായിരുന്നു. യഥാർത്ഥത്തിൽ അതുകൊണ്ട് തന്നെയാണ് പരസ്യമായി ഞാൻ തൗബ ചെയ്തത്, ഒരാളെയും പേടിക്കാതെ ഞാൻ തൗബ ചെയ്തത്. ഈ വളരെ പിഴച്ച വിശ്വാസം പേറിയ മനുഷ്യരെ, അത് കൊണ്ടു നടന്ന മനുഷ്യരെ ഞാൻ പേറി അതിന് പരസ്യമായി ഞാൻ തൗബ ചെയ്യുന്നു. അത് അബദ്ധമാണ്. ഈ വിശ്വാസം ഞാൻ പേറിയിട്ടില്ലെന്ന് പരസ്യമായി പറഞ്ഞത് വെറുതെ പറഞ്ഞല്ല. നിങ്ങളെപ്പോലെ വേണമെങ്കിൽ എനിക്ക് കാപട്യം കാണിക്കാമായിരുന്നു. ഞാൻ കാപട്യം കാണിച്ചിട്ടില്ല. നേരെ മറിച്ച് ഈ വലാലത്ത് എഴുതിയത് എവിടുന്നാണെന്ന് ഞാൻ പഠിച്ചു മനസ്സിലാക്കി. യഥാർത്ഥത്തിൽ 2002 കാലഘട്ടങ്ങളിൽ ലോകവ്യാപകമായി സലഫി ലോകത്തെ തകർക്കാൻ കൊണ്ടുവന്ന ഉച്ചിഷ്ടമായിരുന്നു ഈ ജിന്നുവാദമെന്ന് ഇന്ന് തെളിയിക്കാനും സമർത്ഥിക്കാനും കഴിയും എനിക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ അത് നോക്കി ഹുസൈൻ സലഫിയോടൊപ്പം പോയി ജബ്ബാർ മൗലവിക്കൽ. ഇനി ഇദ്ദേഹം പറഞ്ഞെന്താ, എന്റെ ഖഫാ മാറി. ഇത് പണ്ട് സക്കറിയ മൗലവി പറഞ്ഞപ്പോ 10 കൊല്ലം മുമ്പ് ഞാൻ പറഞ്ഞ മറുപടി യൂട്യൂബിലുണ്ട്. ആളുകൾ വെച്ചുകൊണ്ട് പറഞ്ഞ മറുപടി യൂട്യൂബിൽ കിടപ്പുണ്ട്. ഇപ്പൊ വീണ്ടും അത് തന്നെ എടുത്ത് കൊച്ചിയിൽ വന്ന് ആവർത്തിച്ചാൽ സഹോദരങ്ങളെ ഒന്നുകൂടി ക്ലാരിറ്റിയിൽ എനിക്ക് വിശദീകരിക്കാൻ കഴിയും, വെല്ലുവിളിക്കാൻ എനിക്ക് കഴിയും, ആർജവത്തോടെ നിങ്ങളെ നേരിടാൻ എനിക്ക് കഴിയും. ഞങ്ങളുടെ മുന്നിൽ നിൽക്കാൻ ഓജസ്സുള്ള ഒരുത്തനുണ്ടെങ്കിൽ, വിസ്റ്റം വിഭാഗത്തിൽ ഓജസ്സുള്ള ഒരുത്തനുണ്ടെങ്കിൽ ഹുസൈൻ സലഫിയുമായി എന്റെ മുന്നിൽ വന്ന് നിൽക്കൂ, ധൈര്യത്തോടെ തെളിയിക്കൂ. അതിന്റെ ഫുൾ ചെലവും മുഴുവൻ ചെലവും വ്യക്തിപരമായി ഞാൻ വഹിച്ചുകൊള്ളാം. പക്ഷെ എനിക്കറിയാം ആ വിഷയം സംസാരിക്കാൻ ഹുസൈൻ സലഫി പോയിട്ട് ഹുസൈൻ സലഫിയുടെ ഒരു ഏജന്റ് പോലും ഈ വിഷയം സംസാരിക്കാൻ എന്റെ മുന്നിൽ നിൽക്കില്ല എന്ന് ഉറപ്പെനിക്കുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ തെളിയിക്ക്. കളവ് പറഞ്ഞ് നിങ്ങൾ രക്ഷപ്പെടുകയോ? സാധ്യമല്ല. അതൊക്കെ പണ്ട് നടക്കുമായിരുന്നു, ഇന്നതൊന്നും നടക്കൂല. ഇനി എന്താ സംഭവിച്ചത്? ജബ്ബാർ മൗലവിക്കൽ പോകുന്നു, എന്നിട്ട് പറയുന്നു ഇത് അബദ്ധമാണ്. അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞോട്ടെ, എന്ത്? ആളുകൾ ഇത് തെറ്റിദ്ധരിപ്പിക്കുന്നു മൗലവി, നിങ്ങളുടെ വാചകത്തെ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നു, ആളുകൾ ഇതിനെ തെറ്റായി മനസ്സിലാക്കുന്നു, ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന വാദം നമുക്കുണ്ട് എന്ന രൂപത്തിൽ അത് വിശദീകരിക്കുന്നു. നിങ്ങൾ അതുകൊണ്ട് ഒരു വിശദീകരണം അതിന് കൊടുക്കണം. നിങ്ങളാണെങ്കിൽ എന്താ ചെയ്യുക? ഹുസൈൻ സലഫിയെ പോലെയുള്ള ഒരാള്, ഒരു ക്രൗഡ് പുള്ളറായ ഒരാള്, വലിയ വായിലായ ഒരാള് മെനക്കെട്ട്, നിങ്ങൾ മനസ്സിലാക്കണം, ഷാർജയിൽ നിന്ന് അദ്ദേഹം ഇവിടെ വരണമെങ്കിൽ ചെലവെത്രയാ നമ്മുടെ സംഘാടകർക്ക് അറിയാം. ആ രൂപത്തിൽ ഇവിടെ വന്ന് ജബ്ബാർ മൗലവി വീട്ടിൽ ചെന്നിരുന്ന് ജബ്ബാർ മൗലവിയോട്, മൗലവി ഈ വാചകത്തിൽ ഒരു വാചകം തൗഹീദിനെതിരായി ദുരുപയോഗം ചെയ്യുന്നുണ്ട്, നമുക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത രൂപത്തിൽ, തൗഹീദ് പറയാൻ കഴിയാത്ത രൂപത്തിൽ നമുക്ക് പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ അതിനൊരു വിശദീകരണം കൊടുക്കണം എന്ന് പറഞ്ഞാൽ, അങ്ങനെയാണ് പറയുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ ജബ്ബാർ മൗലവി എന്താ ചെയ്യേണ്ടത്? അദ്ദേഹമല്ലേ മറുപടി എഴുതേണ്ടത്? ജബ്ബാർ മൗലവിയുമായി ഒന്ന് സംസാരിച്ചിട്ട് ഹുസൈൻ സലഫി പറയട്ടെ, ജബ്ബാർ മൗലവി അതിനൊരു വിശദീകരണം കൊടുക്കാൻ സമ്മതിച്ചിട്ടുണ്ടോ? ആളുകളുടെ മുന്നിൽ ഇതാ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ അതൊന്നുകൂടി വിശദീകരിക്കണമെന്നാണ് നിങ്ങൾ പറഞ്ഞതെങ്കിൽ എന്തുകൊണ്ട് ജബ്ബാർ മൗലവി അത് തിരുത്തിയില്ല? ജബ്ബാർ മൗലവി നിങ്ങളെ ആട്ടിവിട്ടു, ഇറങ്ങിപ്പോകേണ്ടി വന്നു നിങ്ങൾക്ക്. ജബ്ബാർ മൗലവി വീട്ടിൽ നിന്ന് നിഷേധിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? നിരാശനായി തലകുനിച്ച് ജബ്ബാർ മൗലവിയുടെ കുന്നിന് മുകളിലെ വീട്ടിൽ നിന്ന് താഴെ ഇറങ്ങി തുറക്കൽ പള്ളിയുടെ ഉള്ളിൽ നിങ്ങൾ എത്ര മണിക്കൂർ ഇരുന്നു? ആരായിരിക്കുന്നത്? ഷാർജയിൽ നിന്ന് വന്ന ഹുസൈൻ സലഫി അപമാനിതനായി ജബ്ബാർ മൗലവി വീട്ടിൽ നിന്ന് ഇറങ്ങി താഴെ തുറക്കൽ പള്ളിയുടെ അകത്ത് സ്ത്രീകൾ നിസ്കരിക്കുന്നിടത്ത് വന്ന് മണിക്കൂറുകൾ ഇരിക്കേണ്ടി വന്നത് എന്തുകൊണ്ട്? നിങ്ങൾ തൗഹീദിനെതിരെ ഒരു സംഗതി ഇതാ വന്നിരിക്കുന്നു, അതുകൊണ്ട് മൗലവി നിങ്ങൾ ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന ഒരു വിശദീകരണം കൊടുക്കാൻ വേണ്ടി ജബ്ബാർ മൗലവിക്ക് ചെന്നപ്പോ എന്താ ജബ്ബാർ മൗലവി പറഞ്ഞത്? എനിക്ക് പറ്റൂല എന്നാണ്, ഞാൻ കൊടുക്കൂല എന്നാണ്, ഞാൻ തരില്ല എന്നാണ്. ശരിയാണോ മൗലവി? വിശദീകരിക്കണ്ടേ? എന്തുകൊണ്ട് നിങ്ങളെ ആട്ടിവിട്ടു? എന്തുകൊണ്ട് ഇറങ്ങിപ്പോകേണ്ടി വന്നു? എന്തുകൊണ്ട് തുറക്കൽ പള്ളിയുടെ ഉള്ളിൽ മണിക്കൂറുകൾ വന്നിരിക്കേണ്ടി വന്നു? ഞാൻ ഇത്രയും ശക്തമായിട്ടൊന്നും ഇത് പറഞ്ഞിട്ടില്ല കേട്ടോ ഇതുവരെ. കാരണം അവരുടെ മാനം കാക്കൽ അവരുടെ ബാധ്യതയല്ലെങ്കിലും പല വിസ്റ്റം വിഭാഗത്തിന്റെയും നേതാക്കളുടെ മാനം കാക്കുന്നത് ഞങ്ങളുടെ ഔദാര്യം കൊണ്ടാണ് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞോ? ഞങ്ങളുടെ ഔദാര്യം കൊണ്ടാണ് നിങ്ങളിൽ പല ആളുകളെയും മാനം നിൽക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞോ? ഞാൻ ഇത്രയും ശക്തമായിട്ടൊന്നും ഇതുവരെ പ്രസംഗിച്ചിട്ടില്ല. പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞ് കൊച്ചിയിൽ വന്ന് ടാർഗറ്റ് ചെയ്ത് നിങ്ങൾ ഹേറ്റ് ക്യാമ്പയിൻ ഒരുങ്ങുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇരുത്തണ്ടിടത്തിരുത്താൻ ഞങ്ങളുടെ കയ്യിൽ ആയുധങ്ങളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതാണ്. ചിലപ്പോൾ ഈ ചോട്ട മൂല്യന്മാർക്ക് ചിലപ്പോൾ തിരിച്ചറിഞ്ഞോളന്നില്ല. ബഡാ മൗലവിമാരോട് ചോദിച്ചിട്ട് വന്നാൽ മതി കേട്ടോ. അതുകൊണ്ട് തന്നെ ജബ്ബാർ മൗലവിയെ ഇറക്കി വിട്ടു, തുറക്കൽ പള്ളിയിൽ വന്നിരുന്നു. അവസാനം ഖാദർ ഹാജിയെ വിട്ടു, അബ്ദുറഹ്മാൻ സലഫിയെ വിളിപ്പിച്ചു. എന്തിന്?
എന്തിനാണ് അങ്ങകലെ ഇടവണ്ണയിൽ കിടക്കുന്ന അബ്ദുറഹ്മാൻ സലഫിയെ തുറക്കൽ പള്ളിയിലേക്ക് എന്തിനാ വിളിപ്പിച്ചത്? ജബ്ബാർ മൗലവി എന്ന് പറയുന്ന മെരുങ്ങാത്താണിയെ മെരുക്കാൻ അബ്ദുറഹ്മാൻ സലഫി വിളിപ്പിക്കേണ്ടി വന്നില്ലേ? ജബ്ബാർ മൗലവി അവിടെ വീട്ടിൽ നിന്നിറങ്ങി, ജബ്ബാർ മൗലവി വീട്ടിൽ നിന്നിറക്കി, അവിടെ നിന്ന് താഴെ ഇറങ്ങി തുറക്കപ്പള്ളിയിൽ വന്നിരുന്നു. അവിടെ അബ്ദുറഹ്മാൻ സലഫി വരുന്നത് വരെ കാത്തിരുന്ന് എന്തുകൊണ്ടാണെന്നറിയോ? അന്ന് ഹുസൈൻ സലഫി പറഞ്ഞൊരു വാചകമുണ്ട്, ജബ്ബാർ മൗലവി പ്രായമുള്ള ആളാണ്, അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അനസും ഞാനും ഖാദർ ഹാജിയും ഇവിടെ വന്നിട്ട് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിച്ച് അദ്ദേഹത്തിന് എന്തെങ്കിലും അറ്റാക്കോ മറ്റോ വന്നാൽ അതിന്റെ കാരണക്കാർ നമ്മളാണ് എന്ന് പറയും. അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ഒരാളെ വിളിച്ചു കൊണ്ടുവന്ന് ബോധ്യപ്പെടുത്തിയാലല്ലാതെ നമുക്ക് ഇവിടുന്ന് പോകാൻ കഴിയില്ല എന്ന് വിറച്ചുകൊണ്ട് ഹുസൈൻ സലഫി എന്ന് പറഞ്ഞു. എന്നിട്ട് അടുത്ത കടയിലെ മാടക്കടയിൽ പോയി ചായ കുടിച്ച് തിരിച്ച് വീണ്ടും വന്ന് തുറക്കപ്പള്ളിയിൽ ഇരുന്ന് കാത്തിരുന്ന് അവസാനം അബ്ദുറഹ്മാൻ സലഫി വിളിക്കാൻ ആള് പോയി. വണ്ടി വിട്ട് അബ്ദുറഹ്മാൻ സലഫി വിളിപ്പിച്ചു, പള്ളിക്കുള്ളിൽ കയറ്റിയിരുത്തി. വീണ്ടും ഈ ഇസ്ലാഹും ലേഖനവും എടുത്തിട്ട് ജബ്ബാർ മൗലവിയുമായി സംവദിച്ച് തർക്കിച്ച് ജബ്ബാർ മൗലവി വീണ്ടും അതിനോട് ഖണ്ഡനം നടത്തി. അവസാനം വളരെ ശക്തമായി അബ്ദുറഹ്മാൻ സലഫി അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി സംസാരിച്ചു. തൗഹീദിന്റെ വിഷയത്തിൽ നിങ്ങൾ കാണിക്കുന്ന നിരുത്തരവാദിത്വപരമായ നിലപാട് കൊണ്ട് വലിയൊരു സമൂഹം പിഴച്ചു പോകാൻ സാധ്യതയുള്ള വിഷയമാണ് മൗലവി എന്ന് പോലും ആ പള്ളിക്കകത്തിരുന്ന് പറഞ്ഞിട്ട് പോലും ജബ്ബാർ മൗലവി തിരുത്തിയോ? തിരുത്തേണ്ട വിശദീകരണം കൊടുത്തോ? വിശദീകരണം കൊടുത്തോ? ഹുസൈൻ സലഫി പറയണം, ഈ സമുദായത്തോട് പറയണം, എന്തിനാണ് ഇത്രയും കാലം ഈ കള്ളക്കുപ്പായമിട്ട് മാന്യനായി നിങ്ങൾ സമൂഹത്തോട് സത്യം തുറന്നു പറയാതെ അവങ്ങി നടക്കുന്നത്? ഇത് തൗഹീദിന്റെ വിഷയമല്ലേ? ഇത്രയും നേരം അന്ന് രാത്രിയിൽ, അതേ തലേന്ന് രാത്രിയിൽ വീട്ടിലെത്തേണ്ട ഞാൻ വീട്ടിൽ പോകാതെ വീട്ടിൽ വരാതെ ഹുസൈൻ സലഫിയോടൊപ്പം നിന്ന് പിറ്റേന്ന് നേരം വെളുത്ത് കാത്തിരുന്ന് തുറക്കൽ പോയി ജബ്ബാർ മൗലവിയുമായി മണിക്കൂറുകൾ സംസാരിച്ച് വൈകുന്നേരമായി മെരുങ്ങാതെ വന്നപ്പോൾ അബ്ദുറഹ്മാൻ സലഫി വിളിപ്പിച്ച് മഗ്രിബ് കഴിഞ്ഞു, ഇശാ കഴിഞ്ഞു, ആളുകൾ ഇങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങി എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന്. അവസാനം രാത്രിയിൽ നമ്മൾ പിരിഞ്ഞ് മണിക്കൂറുകൾ ചെലവഴിച്ചിട്ട് ഒരു വിശദീകരണമെങ്കിലും ജബ്ബാർ മൗലവിയെ കൊണ്ടെഴുതിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? സാധിച്ചോ?